സംഖ്യാപുസ്തകം അദ്ധ്യായം 26. ബാധ കഴിഞ്ഞ ശേഷം ദൈവം മോശയോടും പുരോഹിതനായ അഹ്റോന്റെ മകൻ എലിയാസാറിനോടും പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി സംഖ്യ എടുപ്പിൻ. അങ്ങനെ മോശയും പുരോഹിതനായ എലിയാസറും യെരിഹോയുടെ സമീപം യോർദാൻ അരികെയുള്ള മോവാബ് സമഭൂമിയിൽ വച്ച് അവരോട് ദൈവം മോശയോടും മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളോടും കൽപ്പിച്ചതുപോലെ 20 വയസ്സ് മുതൽ മേലോട്ടുള്ളവരുടെ എണ്ണം എടുപ്പിൻ എന്ന് പറഞ്ഞു. ഇസ്രായേലിൻ്റെ ആദ്യജാതൻ രൂപന്റെ പുത്രന്മാർ ഹാനോക്കിൽ നിന്ന് ഹാനോക്യ കുടുംബം, പല്ലുവിൽ നിന്ന് പല്ലുവ്യ കുടുംബം, ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, കർമ്മിയിൽ നിന്ന് കർമ്മ്യ കുടുംബം. ഇവയാകുന്നു രൂബേന്യ കുടുംബങ്ങൾ. 43,730 പേർ. പല്ലുവിൻ്റെ പുത്രന്മാർ ഏലിയാബ്, ഏലിയാബിൻ്റെ പുത്രന്മാർ നെമുവേൽ, നാഥാൻ, അബീരാം. ദൈവത്തിന് വിരോധമായി കലഹിച്ചപ്പോൾ കോരഹിൻ്റെ കൂട്ടത്തിൽ മോശയ്ക്കും അഹ്റോനും വിരോധമായി കലഹിച്ച സംഘത്തിൽപ്പെട്ട ദാഥാനും അബീരാമും ഇവർ തന്നെ. ഭൂമി വായ് തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും അഗ്നി 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സംഘം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. ശെമവോന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി നെബുവേലിയിൽ നിന്ന് നെബുവേലിയ കുടുംബം, യാമീനിൽ നിന്ന് യാമീന്യ കുടുംബം, യാക്കീനിൽ നിന്ന് യാക്കീന്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം, ഷാവൂലിൽ നിന്ന് ഷാവൂല്യ കുടുംബം. ശെമവോന്യ കുടുംബാംഗങ്ങളായ ഇവർ 20,200 പേർ. ഗാദിൻ്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി സെഫോനിൽ നിന്ന് സോഫാനോ കുടുംബം, ഹഗ്ഗിയിൽ നിന്ന് ഹഗ്ഗിയ കുടുംബം, ശൂനിയിൽ നിന്ന് ശൂനിയ കുടുംബം, ഓസ്നിയിൽ നിന്ന് ഓസ്നിയ കുടുംബം, ഏരിയിൽ നിന്ന് ഏര്യ കുടുംബം, അരേലിയിൽ നിന്ന് അരേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഗാദ് പുത്രന്മാരുടെ കുടുംബാംഗങ്ങളായ ഇവർ 40,500 പേർ. യഹൂദയുടെ പുത്രന്മാർ ഏരും ഓനാനും ആയിരുന്നു. ഏരും ഓനാനും കനാൻ ദേശത്തു വച്ച് മരിച്ചു. യഹൂദയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ശേലയിൽ നിന്ന് ശെലോന്യ കുടുംബം, ഫേരേസിൽ നിന്ന് ഫേരേസ്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം. ഫേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, ഹാമൂലിൽ നിന്ന് ഹാമൂല്യ കുടുംബം. യഹൂദ കുടുംബങ്ങളായ ഇവർ 76,500 പേർ. ഇഷ്ഠകാരിൻ്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി തോലാവിൽ നിന്ന് തോലാവ്യ കുടുംബം, പൂവയിൽ നിന്ന് പൂവ്യ കുടുംബം, യാശൂബിൽ നിന്ന് യാശൂബ്യ കുടുംബം, ഷിമ്രോനിൽ നിന്ന് ഷിമ്രോന്യ കുടുംബം. ഇസ്സാഖാർ കുടുംബങ്ങളായ ഇവർ 64,300 പേർ.
പൂലൂൻ്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി സേരേദിൽ നിന്ന് സേരേദ്യ കുടുംബം. ഏലോനിൽ നിന്ന് ഏലോന്യ കുടുംബം. യഹ്ലേലിയിൽ നിന്ന് യഹ്ലേല്യ കുടുംബം. സെബൂലൂന്യ കുടുംബാംഗങ്ങളായ ഇവർ 60,500 പേർ. യോസേഫിൻ്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി മനശ്ശെയും എഫ്രായീമും. മനശ്ശെയുടെ പുത്രന്മാർ മാക്കീരിൽ നിന്ന് മാക്കീര്യ കുടുംബം. മാഖീർ ഗിലെയാദിനെ ജനിപ്പിച്ചു. ഗിലെയാദിൽ നിന്ന് ഗിലെയാദ്യ കുടുംബം. ഗിലെയാദിൻ്റെ പുത്രന്മാർ ഇയേസെരിൽ നിന്ന് ഇയേസെര്യ കുടുംബം. ഹേലേക്കിൽ നിന്ന് ഹേലേക്യ കുടുംബം. അസീയേലിൽ നിന്ന് അസീയേല്യ കുടുംബം. അസ്രിയേലിൽ നിന്ന് അസ്രിയേല്യ കുടുംബം. ശേഖേമിൽ നിന്ന് ശേഖ്യാമ്യ കുടുംബം. ഗമീദാമിൽ നിന്ന് ഗമീദാവ്യ കുടുംബം. ഫേദ്യരിൽ നിന്ന് ഫേദ്യേര്യ കുടുംബം. ഹേഫേരിൻ്റെ മകനായ സെലോഫാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു. സെലോഫാഹാദിൻ്റെ പുത്രിമാർ മഹ്ളാനോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. മനശ്ശെ കുടുംബങ്ങളായ ഇവർ 50,700 പേർ. എഫ്രായീമിൻ്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ശൂദേലഹിൽ നിന്ന് ശൂദേലഹ്യ കുടുംബം. സോഗേരിൽ നിന്ന് സോഗേര്യ കുടുംബം. തഹനിൽ നിന്ന് തഹന്യ കുടുംബം. ശൂദേഹിൻ്റെ പുത്രന്മാർ ഏരാലിൽ നിന്ന് ഏരാന്യ കുടുംബം. എഫ്രായീമ്യ കുടുംബങ്ങളായ ഇവർ 30,500 പേർ. ഇവർ കുടുംബം കുടുംബമായി യോസേഫിൻ്റെ പുത്രന്മാർ. ബെന്യാമിൻ്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ബേലയിൽ നിന്ന് ബേലാവ്യ കുടുംബം. അസേബലിയിൽ നിന്ന് അസേബേല്യ കുടുംബം. അഹീരാമിൽ നിന്ന് അഹീരാമ്യ കുടുംബം. ഷെഫൂമിൽ നിന്ന് ഷെഫൂമ്യ കുടുംബം. ഹൂഫാമിൽ നിന്ന് ഹൂഫാമ്യ കുടുംബം. ബേലിയുടെ പുത്രന്മാർ അർത്തും നാമാനും ആയിരുന്നു. അർത്തിൽ നിന്ന് അർത്യ കുടുംബം. നാമാനിൽ നിന്ന് നാമാന്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ബെന്യാമിൻ്റെ പുത്രന്മാർ. അവർ 45,600 പേർ. ദാൻ്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ശുഹാമിൽ നിന്ന് ശുഹാമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ധാന്യ കുടുംബങ്ങൾ ആകുന്നു. ശുഹാമ്യ കുടുംബങ്ങളിൽ എല്ലാം കൂടി 64,400 പേർ. ആശേരിൻ്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി യിപ്നയിൽ നിന്ന് യിപ്നയി കുടുംബം. ഈശോയിൽ നിന്ന് ഈശോയ്യ കുടുംബം. ബെരിയാമിൽ നിന്ന് ബെരിയാവ്യ കുടുംബം. ബെരിയായുടെ പുത്രന്മാരുടെ കുടുംബാംഗങ്ങൾ. ഹേബേരിൽ നിന്ന് ഹേബേര്യ കുടുംബം. മൽക്കിയേലിൽ നിന്ന് മൽക്കിയേല്യ കുടുംബം. ആശേരിൻ്റെ പുത്രിക്ക് സാറ എന്ന് പേർ. ഇവർ ആശേർ പുത്രന്മാരുടെ കുടുംബാംഗങ്ങൾ. അവർ 53,400 പേർ. നഫ്താലിയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി യഹസേലിൽ നിന്ന് യഹസേല്യ കുടുംബം. ശൂന്യയിൽ നിന്ന് ശൂന്യ കുടുംബം. യേസേരിൽ നിന്ന് യേസേര്യ കുടുംബം.
ഷില്ലേമിൽ നിന്ന് ഷില്ലേമ്യ കുടുംബം. ഇവർ കുടുംബമായി നഫ്താലി കുടുംബാംഗങ്ങൾ ആകുന്നു. അവർ 45,400 പേർ. ഇസ്രായേൽ മക്കളിൽ എണ്ണപ്പെട്ടവർ ഇവർ 6,01,730 പേർ. വീണ്ടും ദൈവം മോശയോട് അരുളി ചെയ്തു, ഇവർക്ക് ജനസംഖ്യാനുസരണം ദേശത്തെ അവകാശമായി വിഭാഗിച്ചു കൊടുക്കണം. അധികം ജനമുള്ളവർക്ക് അവകാശം അധികമായും ആൾക്കുറവുള്ളവർക്ക് അവകാശം കുറച്ചും കൊടുക്കണം. ഓരോരുവന് അവനവൻ്റെ ആളെണ്ണത്തിന് ഒത്തവണ്ണം അവകാശം കൊടുക്കണം. ദേശത്തെ നറുക്കിട്ട് വിഭാഗിക്കണം. അതത് പിതൃഗോത്രത്തിൻ്റെ പേരിനൊത്തവണ്ണം അവർക്ക് അവകാശം ലഭിക്കണം. ആൾ അധികമുള്ളവർക്കും കുറവുള്ളവർക്കും അവകാശം നറുക്കുവഴി വിഭാഗിക്കണം. ലേവ്യരിൽ എണ്ണപ്പെട്ടവർ കുടുംബമായി ഗേർശോനിൽ നിന്ന് ഗേർശോന്യ കുടുംബം. കോഹാത്തിൽ നിന്ന് കോഹാത്യ കുടുംബം. മെരാരിയിൽ നിന്ന് മെരാരിയ കുടുംബം. ലേവി കുടുംബങ്ങൾ ലിബ്നീയ കുടുംബം, ഹെബ്രോന്യ കുടുംബം, മഹ്ലിയ കുടുംബം, മൂഷ്യ കുടുംബം, കോരഹ്യ കുടുംബം. കോഹാത്ത് അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാമിൻ്റെ ഭാര്യയുടെ പേര് യൂഖോപോർ. അവൾ മെസ്രൈൻ ദേശത്ത് വെച്ച് ലേവിക്ക് ജനിച്ച മകൾ. അവൾ അമ്രാമിന് അഹ്റോനെയും മോശയെയും അവരുടെ സഹോദരിയായ മറിയാമിനെയും പ്രസവിച്ചു. അഹ്റോന് നാദാബ്, അബീഹു, എലിയാസാർ, ഈതാമാർ എന്നിവർ ജനിച്ചു. എന്നാൽ നാദാബും അബീഹൂമും യഹോവയുടെ സന്നിധിയിൽ അഗ്നി കത്തിച്ചു മരിച്ചുപോയി. 1 മാസം പ്രായം മുതൽ മേലോട്ട് അവരിൽ എണ്ണപ്പെട്ട പുരുഷന്മാർ ആകെ 23,000 പേർ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കായക കൊണ്ട് അവരെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. യെരിഹോയുടെ സമീപം യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലിയാസാറും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹ്റോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വച്ച് ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുത്തപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുവനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ വച്ച് മരിച്ചു പോകുമെന്ന് ദൈവം അവരെക്കുറിച്ച് അരുളി ചെയ്തിരുന്നു. യെഫൂന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുവനും ശേഷിച്ചില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർഗ്മോർ.